ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ നമ്മുടെ കാസറോളൊക്കെ എത്ര തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചാലും അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വലിയ പായ പേപ്പർ എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഈ ഒരു കാസറോളിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫുഡ് ഇടുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള ബാഡ് സ്മെല്ലും പിന്നെ ഉണ്ടാവില്ല. ഈ ഒരു പേപ്പർ അതൊക്കെ അബ്സോർവ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. ഇതേപോലെ അമൃതം പൊടി, ഓട്സ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അമൃതം പൊടിയൊക്കെ നമ്മൾ ടിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും ബോട്ടിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് പൂപ്പ് പിടിച്ചു പോകും. അങ്ങനെ പൂപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഒരു തരി ഉപ്പും കൂടെ ഇട്ട് വയ്ക്കുക. അതേപോലെ തന്നെ ഓട്സും നമ്മൾ കുറച്ച് ദിവസമൊക്കെ ബോട്ടിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പൂപ്പ് വന്നു വരും. ആ ഒരു പൂപ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഴക്കാലവും കൂടിയാണ്. അതിന് ഒരു 2 തരി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പൂപ്പൽ വരത്തില്ല. അതേപോലെ തന്നെ ബോട്ടിലൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ല എങ്കിൽ പുറത്ത് വെക്കരുത്. പുറത്ത് വെക്കാണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മടക്കി ഒരു റബ്ബർ ബാൻഡൊക്കെ കുടുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്നൊന്നും പൂത്തു പോകത്തില്ല. നമുക്ക് ഒത്തിരി ദിവസം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുമല്ല എങ്കിൽ നമ്മൾ പൊട്ടിച്ച ഭാഗത്ത് ഒരു കത്തി ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വര ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ അവിടെ ഉരുകിയിട്ട് ഇങ്ങനെ അടഞ്ഞു വന്നിട്ടുണ്ടാവും. ഈ ഹോൾസ് അടഞ്ഞു വന്നിട്ടുണ്ടാവും. ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് പൂത്തു പോകുന്ന സാധനമാണ് ഈ ഒരു അമൃതം പൊടി, ഓട്സ് ഒക്കെ, പ്രത്യേകിച്ച് മഴക്കാലം ആയതിനെ കൊണ്ട് തന്നെ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. സൂചിയിൽ നൂലൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി 2 ടിപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം കുഞ്ഞു ഹോൾസുള്ള സൂചിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി പാടാണ്. കണ്ണിന് കാഴ്ച കുറവില്ലാത്തവരാണെങ്കിൽ കൂടെ ഒത്തിരി പാടാണ് നൂല് കോർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നാമത്തത് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു നൂലിൻ്റെ അറ്റത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നൂലൊന്ന് സ്റ്റിഫായിട്ട് വരും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഹോൾസിലേക്ക് ഇടാനും പറ്റും. അടുത്തത് നമ്മൾ ക്യൂടെക്സ് ആണ്. ക്യൂടെക്സും ഇതേപോലെ തന്നെ നൂലിൻ്റെ അറ്റത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ അത് സ്റ്റിഫായിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നൂല് പെട്ടെന്ന് തന്നെ സൂചിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നൂല് ഇങ്ങനെ സൂചിൻ്റെ ഉള്ളിലേക്ക് ഇടാനും പറ്റും. അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 ടിപ്പിൽ ഏതെങ്കിലും ഒന്നൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, സൂചിയിൽ നൂല് കോർക്കുന്ന സമയത്ത്. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം തീപ്പെട്ടിക്കൊള്ളി ഇതിലിട്ടിട്ട് 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തീപ്പെട്ടിക്കൊള്ളി വെള്ളത്തിലേക്കൊന്നായിട്ട് ഈ ഒരു അതിൻ്റെ മുകളിലുള്ള മരുന്നൊന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ലയിച്ച് കിട്ടണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്നത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ മരുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ തിരിക്കുമ്പോഴേക്ക് കയ്യിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മരുന്ന് മുഴുവനായിട്ടും ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ, എല്ലാ തീപ്പെട്ടിക്കൊള്ളിൻ്റെയും. അപ്പം ഞാൻ എല്ലാ തീപ്പെട്ടിക്കൊള്ളിൻ്റെയും മരുന്ന് വെള്ളത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി മൂടി അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. പകുതി മൂടിയളവ്, 1 മൂടിയൊന്നും വേണ്ട, ഒരു പകുതി മൂടി അളവിൽ മതി. വിനാഗിരി നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. അതേപോലെ തന്നെ ഈച്ച, പല്ലി, പാറ്റ അതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്, മൂട്ട ഇതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിനാഗിരി മാത്രം മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം. ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലീനെയും അതേപോലെ തന്നെ മഴക്കാലം തുടങ്ങിയതിനെ കൊണ്ടുള്ള ഈച്ചേനെയും അതേപോലെ ചിലന്തി, അതേപോലെ തന്നെ പാറ്റ, ചില സ്ഥലങ്ങളിൽ കൂറ എന്നൊക്കെ പറയും, അതിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഓടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളീൻ്റെ മരുന്നും അതേപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ. ഇത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് കിച്ചൺ സ്ലാബ് അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ചിടുക. അതേപോലെ തന്നെ നമുക്ക് പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ കിച്ചൺ സിങ്കിൽ ഈ ഒരു സിങ്കിൻ്റെ അകത്തൊക്കെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാഡ് സ്മെല്ലും പോവും. അതിൽ വഴി വരുന്ന പാറ്റയും പല്ലിയൊക്കെ പൂർണ്ണമായിട്ട് തന്നെ നശിച്ചും പോവും. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർജറിൻ്റെ എടുത്തിട്ടാണ്. ചാർജറിൻ്റെ ഈ ഒരു വയർ എപ്പോഴും എന്താ പറയുക ചേറൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള എളുപ്പ വഴിയാണ്. പിന്നെ ചാർജറിൻ്റെ 2 അറ്റത്തുമായിട്ട് നമ്മളിത് വാങ്ങിക്കുമ്പം തന്നെ ഒരു സെലോ ടേപ്പ് ഇതേപോലെ തന്നെ ചുറ്റി വയ്ക്കുകയാണെങ്കിൽ അടിയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ പൊട്ടിപ്പോവാം. അപ്പം അവിടെ പൊട്ടാതിരിക്കും, എളുപ്പത്തിൽ തന്നെ അങ്ങനെയൊന്നും പൊട്ടിപ്പോവില്ല. നമ്മളത് പുതിയ ചാർജർ വാങ്ങിക്കുമ്പോൾ ആ വയറുമ്മൽ 2 സൈഡിലായിട്ട് ഇതേപോലെ തന്നെ സെലോ ടേപ്പ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. വെള്ള കൊളുകിയിട്ടാണ് കേട്ടോ വേണ്ടത്. അത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചാർജറിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ എന്നെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും പൂർണ്ണമായിട്ടും ക്ലീൻ ആയിട്ടുണ്ടാവും.
അപ്പം ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തേക്ക് തന്നെ ഇതിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു സെലോ ടേപ്പ് അങ്ങനെ ആക്കി വെക്കാൻ മറക്കേണ്ട. ചാർജർ എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു ചാർജറിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിപ്പോവില്ല. നമുക്ക് ചാർജർ പൊട്ടിപ്പോവുക ഈ ഒരു 2 ഭാഗമാണ് ഇങ്ങനെ കേടായിട്ട് പോവുക. അപ്പം അതില്ലാതിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ ടിഷ്യൂ പേപ്പറിനകത്തേക്ക് അതിൻ്റെ മുകളിലുള്ള അഴുക്ക് മുഴുവനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചാർജറിൻ്റെ ഈ ഒരു വയറൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിൽ ഇങ്ങനെ ചെറൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. പുതിയതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നലത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.